ഈ ശ്രീ ജലീൽ ആ പിതാവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ ജലീൽ ആ പിതാവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 10-25 വർഷമായി ജയിലിൽ കിടന്ന് മടക്കിയാണ്. ഈ കുടുംബത്തിന് വേണ്ടിയാണേ. അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നത് കച്ചവടമാകുമ്പോൾ ചിലപ്പോൾ പൊട്ടും, നഷ്ടമുണ്ടായി ഏതോ അവസ്ഥയിൽ ട്രാവൽ ബാനായി നാട്ടിലേക്ക് പോലും വരാൻ കഴിയാതെ അവിടെ കിടക്കുകയാണ് 6-7 വർഷമായി. ഈ ചെറുക്കൻ ഇത് മൊത്തം അറിയാവുന്നതാണ്. ഈ പയ്യനിക്ക് ഈ അച്ഛൻ്റെ ഈ പിതാവിൻ്റെ ഈ ദുരവസ്ഥ മൊത്തം അറിയാവുന്നതാണ്. കുടുംബത്തിന് വേണ്ടി ജീവിതം അവിടെ പൊലിച്ചതാണ്. ഒരു നിമിഷം ഒരു ആലോചന അവൻ്റെ തലയ്ക്കകത്ത് ഓടിയില്ലല്ലോ അല്ലേ? ഈ അച്ഛൻ്റെ അവസ്ഥയെപ്പറ്റി, പിതാവിൻ്റെ അവസ്ഥയെപ്പറ്റി, ഈ ചെയ്തു കൂട്ടിയാൽ ഉണ്ടാവാനിടയുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെപ്പറ്റി ഒരു നിമിഷം അവൻ ആലോചിച്ച് ഈ പണി ചെയ്യുമോ ജലീൽ? ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. അവൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ റഹീം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു നല്ലൊരു വീട് വെച്ചു സന്തോഷകരമായി ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കണ്ടത്. കേൾക്കാം പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഇളയ മകനടക്കം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളടക്കം ഉമ്മ അടക്കം എല്ലാവരും മരിച്ചു കിടക്കും. ആ പാമ്പിടിച്ചവർ നാട്ടിലോട്ട് വരാൻ ഇപ്പോഴും കഴിയുന്നില്ല. എന്തൊരവസ്ഥയാണ് ശ്രീ ജലീൽ. വന്നിട്ട് എന്ത് ചെയ്യാനാ വേറെ ചോദ്യം? എങ്കിലും അതല്ല, ഒന്ന് വന്നൊരു അവസാനം വന്ന് കാണാനൊന്ന് കരയാൻ. കരഞ്ഞു തീർക്കായിരിക്കും അയാൾ അവിടെ നിന്ന് കരയാൻ. എന്തൊരവസ്ഥയാണ് ചോദിക്കുക? എന്തൊരവസ്ഥയാണെന്ന് ഞാൻ ചോദിക്കുക. അതെ, അവൻ ആരെങ്കിലും ഒരാളിനെ കൊന്നിട്ട് ജലീൽ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഒരാളിനെ കൊന്നിട്ട് അവൻ ആ വണ്ടി ഓടിച്ച് പാങ്ങോട് നിന്ന് ഈ ചുള്ളാളം എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ തന്നെ ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അവൻ എന്തെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ ബാപ്പുമ്മയെ കൊന്നു, ഇനി ഞാൻ ആരെയും കൊല്ലുന്ന എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയില്ല. അവിടെ വന്ന് എൻ്റെ വലിയാപ്പായും വലിയമ്മയും കൊല്ലുന്നു. ഇന്നലെ ആ വലിയാപ്പായും വലിയമ്മയുടെ ശരീരം വലിയാപ്പയുടെ കിടക്കുന്നത് സെറ്റിയിലാണ് ഇരിക്കുന്നത്, ഇരുന്ന് മരിച്ചാണ് ഇരുന്നത്. അവിടെ നിന്ന് നേരെ ഒരു 7 കിലോമീറ്ററുള്ള പേരുമലയിൽ വന്നാണ് അവൻ്റെ അനുജനെയും ആ പെൺസുഹൃത്തിനെയും കൊല്ലുന്നത്. പെൺസുഹൃത്ത് മുകളിലാണ് ബെഡ്റൂമിൽ ഇരിക്കുന്നത്, സഹോദരൻ ഹാളിലായിരുന്നു, ഉമ്മ ബെഡ്റൂമിലായിരുന്നു. ഉമ്മയുടെ ഒരു ഞെരുക്കം കേട്ടുകൊണ്ടാണ് ഗ്ലാസ് പൊട്ടിച്ചു. ഉമ്മയുടെ ഒരു ഞെരുക്കം കേട്ടുകൊണ്ടാണ് നാട്ടുകാർ കതക് പൊട്ടിച്ച്, പോലീസ് ഉൾപ്പെടെ പൊട്ടിച്ച് ലത്തീഫ് എന്ന് പറയുന്ന ആൾ, ഈ ലത്തീഫ് എന്ന് പറയുന്ന വല്യച്ഛൻ അത്യാവശ്യം വെൽബിൽറ്റ് ആളാണ്. പ്രായമുള്ള ആളാണെങ്കിലും അദ്ദേഹം മുൻ സൈനികൻ, അത്യാവശ്യം വെൽബിൽറ്റ് ആളാണ്. ആ കസേരയിൽ ഒന്ന് എഴുന്നേറ്റ് ഓടുക പോലും ചെയ്യാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ പെൺകുട്ടി കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവൻ മാരക പ്രഹരത്തിൽ അവിടെ ഒന്ന് രക്ഷപ്പെടാനുള്ള പഴുതുപോലും ഇല്ലാതെ തീർത്തു കളഞ്ഞു, അങ്ങനല്ലേ ശ്രീ ജലീൽ? അതെ, എല്ലാ കുട്ടികളുടെയും, എല്ലാ കൊച്ചുപയ്യൻ്റെയും പെൺകുട്ടിയുടെയും ആ വല്യാപ്പാടെയും വല്യമ്മയുടെയും ബാപ്പുമ്മയുടെയും എല്ലാം കഴുത്തിന് മേളിലാണ് അടിച്ചിരിക്കുന്നത്. ഞാനിന്ന് അവൻ്റെ അനുജൻ്റെത് മെഡിക്കൽ കോളേജിൽ, ഗോകുലം മെഡിക്കൽ കോളേജിൽ FIR ഇട്ടപ്പോൾ അത് കംപ്ലീറ്റ് തിരിച്ചും മറിച്ചും കിടത്തി ഞാൻ കണ്ടതാണ്. 2 പിരികത്തിൻ്റെയും ലെഫ്റ്റും റൈറ്റും പൊട്ടല്, ബാക്ക് സൈഡിൽ 6 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഹോൾ കണക്കാണ്, 2 കുഴി കണക്കാണ് അത് കണ്ടത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ 5 മൃതശരീരവും നേരിട്ട് കണ്ടവനാണ്. ആ പെൺകുട്ടിയുടെ മുഖം നമുക്ക് അറിയാൻ വയ്യാത്ത തരത്തിലാണ്, പല്ല് അടിച്ച് പറിച്ചണക്കാണ് ഇരിക്കുന്നത്, ചിറി കീറിപ്പോയി. സത്യം പറഞ്ഞാൽ ഇതേപോലൊരു ക്രൂരത നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് PTA അങ്ങനെ കോളേജിലുള്ള അധ്യാപക രക്ഷാർത്ഥ സംഘടനകളോ പ്രത്യേകം ക്ലാസ് എടുത്ത് അത് മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ഉണ്ടാകല്ലേ എന്നൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ശരി.